ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് മാളികപ്പുറം സീരിയലിന്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. അപ്പം അയ്യപ്പസ്വാമിയുടെയും ഉണ്ണിമോളുടെയും ഇന്നത്തെ കഥയിലേക്ക് പോയാലോ. കഥ തുടങ്ങുമ്പോൾ നമ്മളെ കാണിക്കുന്നത് അനുവിനെയാണ് കേട്ടോ. അപ്പൊ അനു ആണെങ്കിൽ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കിനും അവളുടെ അങ്കിളും ആന്റിയും കൂടി അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വരികയാണ്. അപ്പൊ അവര് വരുമ്പോഴത്തേക്കിനും ആന്റി, ഇത്രയും സ്നേഹമില്ലാത്ത ഒരുത്തനെയാണല്ലോ ഞാൻ ഇതുവരെയും ഈ 2 വർഷക്കാലമായിട്ട് ഞാൻ സ്നേഹിച്ചത് എന്നുള്ള കാര്യമൊക്കെ അനു ഇങ്ങനെ ആന്റിയോട് സങ്കടപ്പെട്ട് പറയുക. അപ്പൊ പറയുമ്പോൾ ആന്റി പറയുന്നുണ്ട്, മോളെ, അവൻ പണം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും നിന്നെ സ്നേഹിച്ചത്. പണം കിട്ടില്ല എന്ന് കണ്ടപ്പം അവൻ അവന്റെ തനി സ്വഭാവം കാണിച്ചു. എന്തായാലും അതുപോലെയുള്ള ഒരുത്തൻ മോളുടെ ജീവിതത്തിലേക്ക് വരാത്തത് തന്നെയാണ് നല്ലതെന്നും പറഞ്ഞ് ആന്റി നമ്മുടെ അനുവിനെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പം അനു ആണെങ്കിൽ ഭയങ്കര കരച്ചിലാട്ടോ. അങ്കിളും പറയുന്നുണ്ട്, നമ്മൾ സിദ്ധനമ്മാവനെയും അതുപോലെ ഗിരിദേവനെയും ഒക്കെ വിശ്വസിച്ചതിനിപ്പോ എന്താ ഫലം ഉണ്ടായത്? കാശ് തിരികെ കിട്ടിയില്ലല്ലോ. കാശ് തിരികെ ലഭിച്ചെങ്കിൽ മാത്രമല്ലേ മോളുടെ കല്യാണം നടക്കുകയുള്ളൂ. ശരി തന്നെയാണ് അങ്കിള് പറഞ്ഞത്. എന്തായാലും ഈശ്വരൻ ഒരു വഴി കാണിച്ചു തരൂ എന്നൊക്കെ പറഞ്ഞു അനു ഇങ്ങനെ സങ്കടപ്പെട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അലമാരി തുറന്നു കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അലമാരിയുടെ അകത്ത് ഇതാ ഭദ്രമായിട്ട് പണപ്പെട്ടിയിരിക്കുന്നു. അപ്പം അവള് അങ്കിളിനോട് പറയുക, അങ്കിളതേ അലമാരിയുടെ അകത്ത് പണപ്പെട്ടിയിരിക്കുന്നു, ഒന്ന് നോക്കാവോ എന്ന് ചോദിക്കുക. അപ്പൊ പെട്ടെന്ന് തന്നെ പുള്ളിക്കാരനും ഭാര്യയും ഒക്കെ ചാടി എഴുന്നേറ്റു. നമ്മുടെ വേണുവിനെയും ഭാര്യയെയും അതുപോലെ വല്യമാവനെയും മഹിയെയും ഒക്കെ വിളിക്കുകയാണ്. എല്ലാരും ഓടിപ്പാഞ്ഞ് വന്ന് നോക്കുമ്പോഴത്തേക്കിനും പണമൊക്കെ അവിടെ ഭദ്രമായി തന്നെ ഉണ്ട്. എടുത്ത ആള് തന്നെ തിരിച്ച് അത് കറക്റ്റായിട്ട് തന്നെ വെച്ചിരിക്കും. നമ്മുടെ ഉണ്ണിമോളാണെങ്കിലോ ഗിരിദേവനോട് ചെന്ന് പറയാണ്, ഗിരിദേവൻ അറിഞ്ഞോ, പൈസയൊക്കെ കിട്ടി. എന്തായാലും നമ്മുടെ സിദ്ധനമ്മാവൻ പ്രവചിച്ചതുപോലെ തന്നെ അരമണിക്കൂറിനുള്ളിൽ മരിച്ചു പോകുന്നാണല്ലോ പറഞ്ഞത്. അത് പേടിച്ചിട്ട് എടുത്ത ആള് തന്നെ കാശ് തിരികെ വെച്ചതായിരിക്കും. എന്തായാലും കാര്യങ്ങളെല്ലാം ഇനിയിപ്പോ മംഗളമാകുമല്ലോ. അനുചേച്ചിയുടെ വിവാഹമൊക്കെ നടക്കും. നമ്മളെല്ലാരും ഉടായ്പാണ് എന്ന് പറഞ്ഞ ആൾക്കാർക്കൊക്കെ ഇപ്പൊ മറുപടി കിട്ടിയിട്ടുണ്ടല്ലോ. എന്തായാലും ചന്തു അങ്ങോട്ട് വരിക കേട്ടോ. ചന്തു വന്നിട്ട് ഗിരിദേവനോട് പറയുന്നുണ്ട്, ഗിരിദേവ, ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു, നീ എന്തായാലും ക്ഷമിക്കണം കേട്ടോ. ഇനി അനുചേച്ചിയുടെ കല്യാണത്തിന് ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ട്. ആ തടസ്സങ്ങളെല്ലാം മാറ്റി നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്നുള്ള കാര്യം ഗിരിദേവൻ പറയുകയാണ്. അപ്പൊ കൂട്ടങ്ങളെല്ലാം പരസ്പരം കൈ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഗിരിദേവനും വലിയ സന്തോഷമൊക്കെ ആയി കേട്ടോ. ഇനി അനുവിന്റെ കല്യാണമാണല്ലോ. അങ്ങനെ നമ്മുടെ ഉണ്ണിമോള് ഗിരിദേവന്റെയും ബാവയുടെയും അടുത്ത് ചെല്ലുകയാണ്. ചെന്നിട്ട് പറയുന്നുണ്ട്, ഗിരിദേവ, സത്യം പറയും, കാശൊക്കെ തിരികെ ലഭിച്ചു, അനുചേച്ചിയുടെ കല്യാണമൊക്കെ നടക്കും. പക്ഷേ എനിക്കൊരു കാര്യം അറിയണം, ആരാണ് ഈ ചതി ചെയ്തത്? 4 ദിവസം ഈ വീട്ടുകാരെ ഇട്ട് വട്ടം കറക്കിയില്ലേ, ആരാ അത് ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ ഗിരിദേവൻ പറയുന്നുണ്ട്, അതെന്തായാലും ഇപ്പൊ ഉണ്ണിമോൾ അറിയണ്ട ഉണ്ണിമോൾ എന്ന് പറയുമ്പം നമ്മുടെ വാവ പറയുന്നുണ്ട്, നമ്മുടെ ഉണ്ണിമോളല്ലേ ഗിരിദേവ, ഉണ്ണിമോൾ ആരോടും ഒന്നും പറയാൻ പോകുന്നില്ല, അതുകൊണ്ട് ഉണ്ണിമോളോട് സത്യങ്ങൾ പറയണമെന്ന് പറയുമ്പം ഗിരിദേവൻ ആ കാഴ്ചകളെല്ലാം ഉണ്ണിമോൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ സിദ്ധനമ്മാവനും ഗിരിദേവനും വാവയും കൂടി നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് അമ്മാവൻ വല്യമ്മാവൻ വരികയാണ്. വല്യമ്മാവൻ വന്ന പാടെ തന്നെ, എന്നോട് ക്ഷമിക്കണം, ഞാനാണ് ആ പണം മോഷ്ടിക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ മകളും വേണു, അവരുടെ അനന്തരക്കാരനാണല്ലോ വേണു. അതുകൊണ്ട് തന്നെ അവൻ എൻ്റെ വീട്ടിൽ കയറി ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഒരിക്കലും അവനെ വിലക്കിയിട്ടില്ല. അവൻ എൻ്റെ മകളെ ഇഷ്ടമായിരുന്നു. അങ്ങനെ അവര് വലിയ സ്നേഹത്തിലൊക്കെയാ. പക്ഷേ കല്യാണം വന്ന ആ ഒരു സമയം വന്നപ്പോഴത്തേക്കിനും അവൻ എന്നോട് ഒരുപാട് സ്വർണവും പണവും ഒക്കെ ആവശ്യപ്പെട്ടു. അത് കൊടുക്കാനുള്ള സാഹചര്യം അന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ല. എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞ് ചെറുതായിരുന്ന സമയത്ത് മരിച്ചു പോയതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ പണം കൊടുക്കാനൊന്നും സാധിക്കാതിരുന്ന കൊണ്ട് അവൻ എൻ്റെ മകളെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുകയാണ് ചെയ്തത്. അതിന് അവനെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ. ഇപ്പോഴും എൻ്റെ മകള് ഈ പ്രായത്തിലും അവനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കഴിയുകയാണ് എന്നുള്ള കാര്യമൊക്കെ വല്യമ്മാവൻ ഗിരിദേവനോട് പറയുകയാണ്. അതുകൊണ്ട് മാത്രമാണ് ഒരു മോളുടെ കല്യാണം മുടങ്ങുമ്പോൾ ഉണ്ടാവുന്ന അച്ഛൻ്റെ വേദന അത് വേണവും മനസ്സിലാക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തത്. എന്തായാലും അത് തെറ്റായിപ്പോയെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ മരണപ്പെടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇനി എൻ്റെ മോൾക്ക് ആരും തന്നെ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പണം തിരികെ നൽകാമെന്നുള്ള കാര്യം തീരുമാനിച്ചത് എന്നുള്ള കാര്യമൊക്കെ ഗിരിദേവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് വല്യമ്മാവൻ. അപ്പൊ വല്യമ്മാവനെ ഗിരിദേവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഈ ചെയ്ത തെറ്റിന് അതിനുള്ള ശിക്ഷ വേണുവും കുടുംബവും അനുഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് വല്യമ്മാവൻ ഒരു കാര്യം ചെയ്യും, വല്യമ്മാവൻ മരിക്കാതെ ഇരിക്കണമെങ്കിൽ ഉറപ്പായിട്ടും വൈദ്യരി ചൂർണം ഫലിക്കാതെ ഇരിക്കണമല്ലോ. അതിനു വേണ്ടിയിട്ട് എടുത്ത മുതൽ എടുത്ത സ്ഥലത്ത് തന്നെ തിരികെ വെച്ചോളാൻ പറയുകയാണ്. ഗിരിദേവന്റെയും വാവയുടെയും നമ്മുടെ സിദ്ധനമ്മാവന്റെയും നിർദ്ദേശപ്രകാരം പുള്ളിക്കാരനാണെങ്കിൽ പണപ്പെട്ടി തിരികെ അലമാരിയുടെ അകത്ത് വെക്കുകയാണ്. വെച്ചിട്ട് തിരിയുന്ന സമയത്താണെങ്കിലും നമ്മുടെ ഈ 3 പേരും അമ്മാവന്റെ മുന്നിൽ അങ്ങ് നിൽക്കുക കേട്ടോ.
നിൽക്കുമ്പോഴത്തേക്കിനും നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ മോളുടെ ജീവിതത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കണേ ഗിരിദേവ. ഗിരിദേവനെയും സിദ്ധനമ്മാവനെയും ഒക്കെ എനിക്ക് വളരെ വിശ്വാസമാണെന്നും പറഞ്ഞ് അമ്മാവൻ ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം മാപ്പ് അപേക്ഷിക്കുകയാണ്. അപ്പൊ വല്യമ്മാവൻ ഇങ്ങനെ ഒരു പാതകം ചെയ്ത കാര്യം നമ്മുടെ ഉണ്ണിമോള് കേൾക്കുമ്പോൾ ഉണ്ണിമോള് ഞെട്ടിപ്പോവാട്ടോ. എന്തായാലും അയാൾ തിരികെ വെച്ചല്ലോ, പക്ഷെ അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചൊരു ട്രാജഡി, അതിന്റെ ആ ഒരു കാര്യമാണ് അയാൾ അങ്ങനെയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തത്. അപ്പം അങ്ങനെ നമ്മുടെ സിദ്ധനമ്മാവനായിട്ട് വന്ന ലെമ്പോയാണെങ്കിലോ ഗിരിദേവനോട് പറയാണ്, എന്നാൽ ഞാൻ വന്ന കാര്യങ്ങളെല്ലാം നടന്നല്ലോ, ഇനി ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ആയിക്കോട്ടെ, എൻ്റെ മിത്രം എന്നെ സഹായിക്കാനായിട്ട് എത്തിയല്ലോ, അതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറഞ്ഞ് ഗിരിദേവനും വാവയും നമ്മുടെ ലെമ്പോയെ തൊഴുത് യാത്രയാക്കുകയാണ്. അപ്പൊ ഈ സമയത്ത് പിറ്റേ ദിവസം ആകുകയാണ്. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കിനും എന്താ കല്യാണത്തിന് വേണ്ടി എല്ലാവരും ഒരുങ്ങുമ്പോൾ നമ്മുടെ ശ്രീരാജിന്റെ വീട്ടുകാരെ കാണിക്കുക. അപ്പൊ അവര് ക്ഷേത്രത്തിലെത്തി. പറഞ്ഞൊരു സമയം ഉണ്ടല്ലോ, 9:15 9:30 ഇടയ്ക്കാണ് മുഹൂർത്തം പറഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് കെട്ട് നടന്നില്ലെങ്കിൽ പിന്നെ കാശ് അതിനു മുന്നേ കൊടുക്കണം. കൊടുത്തിട്ട് കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ ഇനി അനുവും ശ്രീരാജും തമ്മിൽ ഒരുമിക്കുന്ന കാര്യം അത് അനു സ്വപ്നം പോലും കാണണ്ടെന്നുള്ളത് നമ്മുടെ ശ്രീരാജ് അനുവിനെ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ട്. അപ്പം ശ്രീരാജ് ഇങ്ങനെ കല്യാണ പെണ്ണിന് വെയിറ്റ് ചെയ്ത് നിൽക്കുക. മണി 9:15 മുഹൂർത്തം തുടങ്ങിയല്ലോ. അപ്പൊ ശ്രീരാജിന്റെ അച്ഛൻ വന്നിട്ട് പറയാണ്, മോനെ ഇനി അവരെ കാക്കേണ്ട ആവശ്യമൊന്നുമില്ല അച്ഛാ, അതങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ. അവളെ കണ്ട് 2 വർത്തമാനം പറയണമെന്നും പറഞ്ഞ് ശ്രീരാജ് അങ്ങ് പോവാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ഗിരിദേവനെയും വാവയും കാണുന്നത്. ഗിരിദേവൻ പറയുന്നുണ്ട്, ചേട്ടൻ വിഷമിക്കൊന്നും വേണ്ട, അനുചേച്ചിതാ ഇവിടെ എത്തി. മണി കെട്ടുന്ന ആൾത്തറയുടെ പറ്റേ നിൽക്കുന്നുണ്ട്. ചേട്ടനും ചേച്ചിയും കൂടി പോയി മണി കെട്ടിയിട്ട് വന്ന് വിവാഹം കഴിക്കുക എന്നുള്ള കാര്യം ഗിരിദേവൻ പറയാണ്. വിവാഹമൊക്കെ കഴിക്കണമെങ്കിലേ ആദ്യം ഞങ്ങൾ ചോദിച്ച സ്ത്രീധന തുക കിട്ടണം. അത് കിട്ടിയെങ്കിൽ മാത്രമേ ഇനി അനുവിനെ ഞാൻ ഭാര്യയാക്കുള്ളൂ. ചേട്ടാ, അവർക്ക് പൈസയൊക്കെ തിരികെ ലഭിച്ചു. 50 ലക്ഷത്തിന്റെ സ്വർണം അത് ഇന്നലെ രാത്രി തന്നെ എടുത്തിട്ടുണ്ട്. ചേച്ചിക്ക് സ്വർണ്ണമാല, സ്വർണ്ണക്കൊലുസ് എന്നൊക്കെ പറഞ്ഞ് മാവ ഇങ്ങനെ വർണ്ണിക്കുകയാണ്. അപ്പം കാശുതാ വേണുവെങ്കിലിന്റെ കയ്യിലെ കാശും ഭദ്രമാണ്. ആ കാശും ഇവിടെ വെച്ച് തരും. അപ്പൊ ചേട്ടൻ ഇപ്പൊ അങ്ങോട്ട് ചെല്ലെന്ന് പറയാണ്. എന്നാ ഗിരിദേവ, നീ ഒരു കാര്യം ചെയ്, അനുവിനോട് ഇങ്ങോട്ട് വരാൻ പറയുന്നു പറയാ. അതൊന്നും വേണ്ട, ചേട്ടൻ തന്നെ പോയി അങ്ങ് പറഞ്ഞോളാൻ പറയാണ്. അപ്പം നമ്മുടെ ശ്രീരാജ് അങ്ങ് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുവും അനുരാഗും കൂടി അവിടെ നിൽക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ ചുറ്റും നമ്മുടെ ഗിരിദേവനും ഉണ്ണിമോളും ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവർ തമ്മിൽ സംസാരിക്കുന്നത് ഗിരിദേവൻ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ശ്രീരാജ് എന്ന് പറയുന്ന ആ ഒരു വൃത്തികെട്ടവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചല്ലോ, അത് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. എന്തായാലും എന്നെ സ്നേഹമില്ലാത്ത, എന്റെ കാശ് മാത്രം മോഹിക്കുന്ന ഒരാളുടെ ഭാര്യയായിട്ട് ജീവിക്കുന്നതിലും ഭേദം എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന അനുരാഗിന്റെ കൈ പിടിക്കുന്നത് തന്നെയാണ് എന്നുള്ള കാര്യമൊക്കെ അനു അവിടെ നിന്ന് പറയാട്ടോ. അപ്പം അനുവും അനുരാഗും കൂടി ചേർന്ന് അയ്യപ്പസ്വാമിയുടെ ആ ഒരു നടയിൽ മണി കെട്ടുകയാണ്. കെട്ടുന്ന സമയത്താണെങ്കിലോ നമ്മുടെ ശ്രീരാജ് ഇതെല്ലാം കണ്ടുകൊണ്ട് അനു എന്നും പറഞ്ഞ് നീട്ടിയൊരു വിളി അങ്ങ് വിളിക്കുകയാണ്. അപ്പൊ ശ്രീരാജ് കണ്ടതും, എന്താ ശ്രീരാജ്, എന്താ നിനക്ക് പ്രശ്നമെന്ന് ചോദിക്കുക. അതെ, നമ്മൾ തമ്മിലുള്ള കല്യാണമാണ് ഇവിടെ നടക്കേണ്ടത്. നിന്റെ അച്ഛൻ സ്ത്രീധന തുക കൊണ്ടുവന്നു എന്ന് ചോദിക്കുക. നമ്മൾ തമ്മിലുള്ള കല്യാണം, നമ്മൾ തമ്മിൽ എന്ത് കല്യാണം നടത്താനാണ്? നീ പണത്തിന്റെ പേര് പറഞ്ഞ് എന്നെ പുറന്തള്ളിയതല്ലേ. ഇനി ഒരിക്കലും എന്റെ ജീവിതത്തിൽ നിനക്ക് സ്ഥാനമില്ല എന്നുള്ള കാര്യം അനു ശ്രീരാജിന്റെ മുഖത്ത് നോക്കി പറയാണ്. അപ്പൊ ശ്രീരാജ് ആണെങ്കിൽ ഇതാ ബ്ലിങ്കസ്ത്യാന്ന് പറഞ്ഞ് നിൽക്കുക കേട്ടോ. ഈ ഗിരിദേവൻ ഒറ്റൊരാളുള്ളത് കൊണ്ട് മാത്രമാണ് യഥാർത്ഥ സ്നേഹം എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചത് എന്നുള്ള കാര്യം അനു ഇങ്ങനെ വിളിച്ചു പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ഗിരിദേവനെ ഇങ്ങനെ കാണിക്കുക. ഭഗവാൻ എന്തായാലും അനുവിന് ചേരുന്ന ഒരാളെ തന്നെയാണ് അനുവിന് നൽകിയിരിക്കുന്നത്. എന്തായാലും പണക്കൊതിയനായിട്ടുള്ള ശ്രീരാജ് അനുവിനെ കല്യാണം കഴിക്കരുതെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. എന്റെ 1-2 സബ്സ്ക്രൈബേഴ്സും ഒക്കെ അത് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെയൊക്കെ ആഗ്രഹം പോലെ തന്നെ സാധിച്ചു. അനുവിനെ ഒരുപാട് സ്നേഹിക്കുന്ന അനുരാഗിനെ തന്നെയാണ് വരനായിട്ട് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ആ കല്യാണം നമ്മുടെ മണികണ്ഠസ്വാമി തന്നെ നടത്തി കൊടുക്കുകയൊക്കെ ചെയ്യും. അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും കാണുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.